ഹലോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ തെരളി തിന്നാനൊരു ആഗ്രഹം കേട്ടോ. തെരളി മീൻസ് വയനയപ്പം, അങ്ങോട്ടൊക്കെ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളായിരിക്കും. വയനയില വെച്ചുണ്ടാക്കുന്നത്, നമ്മളതിന് തെരളിയില എന്നും പറയും കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇച്ചിരി തെരളി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ പറമ്പിൽ ആ തെരളിയിലേക്ക് മുഖോപിച്ചിട്ട് വരാം. അത് കണ്ടോ, അത് കുളവാണ്. അവിടെ ഒരു വലിയൊരു കുളമുണ്ട്. നമ്മുടെ വീടിൻ്റെ ബാക്കാണ് ഇത്. മൊത്തവും കാട് കയറി കിടക്കുക കേട്ടോ. അങ്ങനെ എനിക്ക് വയനയില കിട്ടി. കാക്ക കരയുന്നു. വഴിയൊന്നും ഇല്ല, എന്നാലും കഷ്ടപ്പെട്ട് ഇറങ്ങാം. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വയനയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മതി, വീട്ടിലുള്ളവർക്ക് മതിയല്ലോ. അങ്ങനെ കഴുകിയൊക്കെ വെച്ച്, മൊത്തം പൊടിയായിരിക്കും. അങ്ങനെ കഴുകി വെച്ച് മാവൊക്കെ കുഴച്ച് വെച്ച് കേട്ടോ നല്ലപോലെ. എനിക്ക് ഈ തേങ്ങ വറുത്തിടുന്നത് ഭയങ്കര ഇഷ്ടം. നിങ്ങളെങ്ങനെ ഇടാറുണ്ടോ? നെയ്യിൽ തേങ്ങ വറുത്തിടും ഞാൻ. അതാകുമ്പോൾ ഒരു പ്രത്യേക മണം കിട്ടും കഴിക്കുമ്പോൾ. നമുക്കത് ഇലയിൽ വെച്ച് പൊതിഞ്ഞെടുക്കാം. വയനയപ്പം ഉണ്ടാക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ജസ്റ്റ് പറയുക കേട്ടോ. നമുക്കിത് ഇഡ്ഡലി കുട്ടത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. സത്യം പറഞ്ഞാൽ ഇതൊരു ഹെൽത്തി സ്നാക്ക് ഐറ്റമാണ് കേട്ടോ, ആവിയിൽ വേവിക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശർക്കരയല്ലേ യൂസ് ചെയ്യുന്നത്. ഈ കാക്കയുടെ കാര്യം ദാണ്ട നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. ഹായ്, നല്ല മണം വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മണം, വയനയിലയുടെ മണം. നല്ല ചൂടാണേ. അതിൻ്റെ കൂടെ ഒരു കട്ടനും കൂടെ ആയ അടിപൊളിയാണ്. നല്ല ചൂടുണ്ട്. അടിപൊളി, സൂപ്പറാണേ. എന്നിട്ട് തണ്ട മുറ്റത്ത് വന്നിട്ട് ഇത് കൂട്ട് കഴിക്കണം. അടിപൊളിയാണ്. മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല മഴയുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ ബൈ, ഇത്രയേ ഉള്ളൂ. കാക്കയുടെ കാര്യം